അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ക്യാരറ്റ് അത്യാവശ്യം നീളത്തിൽ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുന്നത് സാധാരണ ക്യാരറ്റ് ആണ്. ഈ പച്ചക്ക് തിന്നുന്ന ക്യാരറ്റ് അല്ല, സാധാരണ ഇവിടെ നമുക്കുണ്ടല്ലോ ഈ പച്ചക്ക് തിന്നാവുന്ന ഇച്ചിരി വെള്ളം കൂടുതലുള്ള ഒരു ടൈപ്പ് ക്യാരറ്റോടെ കിട്ടും. ഇലയൊക്കെ ആയിട്ട് നല്ല നീളത്തിൽ സാധനം കിട്ടും. അപ്പൊ ഇത് നമ്മുടെ സാധാരണ ക്യാരറ്റ് ആണ്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അടിപൊളി ഒരു അച്ചാറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളിതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചട്ടിയിലാണ് നമ്മള് ഉണ്ടാക്കുന്നത്. കഥാപാത്രമായ നമ്മുടെ കൽച്ചട്ടി, അതാണ് നമ്മുടെ അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പൊ നമ്മള് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ചൂടാകണം. അതെ, ചൂടായതിനു ശേഷം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഉലുവയില്ലേ, ഉലുവ നമുക്ക് ഉലുവയായിട്ട് തന്നെ ഇട്ട് കൊടുക്കാവേ. അപ്പൊ ഉലുവ ഇട്ടതിന് ശേഷം വേണം ബാക്കി നമ്മുടെ പരിപാടികളെല്ലാം തുടങ്ങാനായിട്ട്. കൽച്ചട്ടി ആയതുകൊണ്ട് ഇത് ചൂടാകാൻ ഇച്ചിരി താമസിക്കും. പക്ഷേ ചൂടായി കഴിഞ്ഞാൽ പിന്നെ വളരെ വേഗം എല്ലാം അങ്ങ് റെഡിയാകും. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. ഉലുവായും കടുകുമാണ് അച്ചാറിന്റെ രുചി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മള് സാധാരണ കടുക് ഇടുന്നത് ഒരു നുള്ളൊക്കെ അല്ലേ, പക്ഷെ അച്ചാറിന് ഇച്ചിരി കൂടുതൽ വേണം, എന്നാലും അതിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികൾ, അതായത് പെട്ടെന്നായ സംഭവം, അധികം താമസമൊന്നും വേണ്ട. ഇത് അരിഞ്ഞെടുക്കാനുള്ള ഒരു അത്ര ഒരു നേരമുള്ളൂ. അധികം കട്ടിയില്ലാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. കട്ടി കൂട്ടി വേണമെങ്കിലും അരിയാം, ചതുരത്തിൽ വേണമെങ്കിൽ അരിയാം, ഒക്കെ അരിയാമേ. ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാണ്ട് ഈ ഒരു അളവിൽ മതി. അപ്പൊ നമ്മുടെ കടുകെല്ലാം പൊട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി അതിൻ്റെ അകത്തേക്ക് നമ്മുടെ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അത് മുറിച്ച് തന്നെ ഇടണം. മുറിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതിപ്പോ ഭയങ്കര മഴ ഇവിടെ, അത് കാരണം ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് തണുത്തു പോയി. അതെ, ഈ ഗണേശോത്സവം ആകുമ്പോഴത്തേക്കും മഴ അങ്ങ് കൂടും. ഗണപതിയെ മുക്കാനും മാത്രമുള്ള, അതെ, നമ്മുടെ ഗണേഷ് കുണ്ടില് വെള്ളം നിറയണം. അപ്പൊ അതിനനുസരിച്ച് അതെ, മഴ അങ്ങ് തിമിർത്ത് പെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ അതന്നെ അപ്പുറത്തിപ്പുറത്തൊക്കെ നല്ല ബഹളമാണ്. എല്ലായിടത്തെ പൂജ ഇന്ന് 5ാമത്തെ ദിവസത്തെ ആരതി. അപ്പം അത് കാരണം ഇന്ന് പൂജകളും കാര്യങ്ങളും. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഇഞ്ചിയുണ്ട്, ഒരു തുട ഉണ്ട്, വെളുത്തുള്ളി, 2 പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. ഇഞ്ചിക്ക് മൂത്ത് വരണമെങ്കിൽ ഈ അച്ചാറായതുകൊണ്ട് തന്നെ എല്ലാ സാധനത്തിന്റെയും വെള്ളമയം മാറുന്ന വരെ നമ്മൾ ഇതിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അതെ, ഇത് നമുക്ക് ഒറ്റ ദിവസത്തേക്കുള്ള സാധനമല്ലല്ലോ, കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള സാധനം. അപ്പൊ അതുകൊണ്ട് ആ വെള്ളത്തിന്റെ അംശം പൂർണ്ണമായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് മാറണം. അപ്പൊ നമ്മള് ഒരു തോളം വലിയൊരു വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. അത് കാരണം ഉണ്ടല്ലോ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളിക്ക് ഭയങ്കര വലുപ്പമായിരുന്നു. അപ്പൊ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ സ്വല്പം കുറച്ച് നമ്മൾ ആദ്യം ഇട്ട സാധനങ്ങളൊക്കെ വളരെ വേഗം തന്നെ ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആ ചൂട് അതുപോലെ നിൽക്കും. പിന്നെ ചെറുതായിട്ടൊരു തീ കൊടുത്താൽ മതി നമ്മള്. ഇതിന്റെയൊക്കെ ആ ഒരു വെള്ളത്തിന്റെ അംശം കുറഞ്ഞു വരുന്നുണ്ട്. അതെ, ആ തിളം കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാവേ. ഈ മുളകിൻ്റെ അരി ഉണ്ടല്ലോ, ഈ എണ്ണക്കകത്ത് പൊട്ടും, അതിങ്ങനെ ചാടിച്ചാടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ കറിവേപ്പില ഇടുന്നത് ഒന്ന് സൂക്ഷിക്കണം. ഇനി അവിടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയിൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിവിടെ വെള്ളത്തിൻ്റെ അംശം എല്ലാ സാധനത്തിൻ്റെയും ആ വെള്ളത്തിൻ്റെ ഇതൊന്ന് നമുക്ക് മാറുന്ന വരെ ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ കരിഞ്ഞു പോകും. അപ്പോഴേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂണ് എരിയുള്ള മുളക് പൊടിയും 2.5 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കൂടുതൽ മുളക് വേണേലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമ്മുടെ മഞ്ഞൾ പൊടിയും ചേർക്കാം. മഞ്ഞൾ പൊടി ഒരു സ്വല്പം കൂടെ. അപ്പം ഇനി ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറണം. അപ്പോൾ അത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നാവും കാര്യം, പൊടിയുടെ പച്ചമണം
പെട്ടെന്ന് മാറും. എണ്ണ നല്ല ചൂടല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പൊന്നും ഇപ്പോൾ ചേർത്തിട്ടൊന്നുമില്ല. ഇനിയും ക്യാരറ്റും ഒക്കെ ഇട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഗ്രേവി എല്ലായിടത്തും ഒന്ന് ആവണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അത് നല്ല എന്താ പറയുക, നല്ല കുറുകുറായിരിക്കണം. എന്നാലേ നമ്മുടെ അച്ചാറിനാണ് ഒരു ലുക്ക് വരുന്നത് സംഭവം. ഇപ്പോഴേ ഈ ക്യാരറ്റിൻ്റെ അകത്ത് ഒരു സ്വല്പം വെള്ളമയമുണ്ട്. അപ്പോൾ ആ വെള്ളമയം പോകുന്നിടം വരെ ഒന്ന് ഈ എണ്ണയെ തന്നെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വേഗം ഒത്തിരി വേഗമൊന്നും വേണ്ട, പക്ഷെ ആ വെള്ളമയം കുറച്ചൊന്ന് പോണേ. മീഡിയം തീ, മീഡിയത്തിന് താത്ത വെച്ചാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ കൽച്ചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ ചീനച്ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അനുസരിച്ചിരിക്കും. സ്റ്റീൽ പാത്രത്തിലും അലുമിനിയം പാത്രത്തിലും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അടികട്ടി ഇല്ലാത്ത പാത്രമാണെങ്കിൽ നമ്മൾ അച്ചാർ ചെയ്താണല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതെ, നമ്മൾ മറ്റേ ഉരുളിയൊക്കെ ഉണ്ടല്ലോ, ഓട്ടുരുളിക്കകത്തൊക്കെ അച്ചാർ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അത് കുറച്ച് സാധനങ്ങളോട് ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടോ നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഗ്രേവി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇരിക്കുന്നതനുസരിച്ച് അതും കൂടെ അങ്ങ് വറ്റി കഴിയുമ്പോൾ നല്ല കുറിയ സാധനം കിട്ടും. പിന്നെ നമുക്കുണ്ടല്ലോ പുളിക്ക് ആവശ്യമുള്ള വിനാഗിരി. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല. ചിലരിത് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ വിനാഗിരി ചേർത്തിട്ടുള്ളൂ. അതെ, നമ്മൾ തീ ഓഫ് ചെയ്താലും നമ്മുടെ കൽച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് കാണും. അപ്പോൾ ഇത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം അച്ചാറായതുകൊണ്ട് സ്വല്പം ഉപ്പ് മുൻപന്തിയിലിട്ടാലേ അതുണ്ടല്ലോ റെഡിയായി വരുമ്പോഴത്തേനും അത് സെറ്റ് ആവത്തുള്ളൂ. ഇതിന്റെ ഈ നമ്മുടെ കഷ്ണങ്ങളിലൊക്കെ അത് പിടിച്ച് എല്ലാം റെഡിയാവും. ഇത് 2-3 ദിവസം കഴിയുമ്പോഴാണല്ലോ ഇതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇത് അന്നേരം തന്നെ ടേസ്റ്റ് ചെയ്താൽ ഇതിന്റെ ഒരു എക്സാക്ട് ടേസ്റ്റ് കിട്ടൂല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ക്യാരറ്റിന്റെ ടേസ്റ്റ് ആയിരിക്കും മുൻപിൽ നിൽക്കുന്നത്, രുചി വരത്തില്ല. അപ്പൊ ഇനി നമുക്ക് എല്ലാം വിട്ട് നിൽക്കും. അപ്പോൾ ഈ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ. കായം ഇതിൻ്റെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ആ ഒരു രുചിയും മണം എല്ലാം മുൻപന്തി നിൽക്കാൻ വേണ്ടിയാണ് കായത്തിൻ്റെ പൊടി ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത്. അത് ഏത് അച്ചാറാണെങ്കിലും നമ്മൾ കായപ്പൊടി ഏറ്റവും അവസാനം ചേർക്കാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗം തന്നെ തയ്യാറാക്കാവുന്ന ഒരു സംഭവമാണ്. ഇത് അരിഞ്ഞെടുക്കുന്നൊരു താമസമേ ഉള്ളൂ. പിന്നെ ഇത് 2 ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് കാര്യങ്ങളെല്ലാം പിടിക്കത്തുള്ളൂ. അപ്പൊ ഇത് എടുത്തു വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ദിവസം ഉണ്ടല്ലോ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി ആ ചട്ടിയിൽ തന്നെ ഒന്ന് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ എല്ലാം ഉപ്പും പുളിയും എരിയും എല്ലാം കറക്റ്റ് ആയിട്ട് അച്ചാറിലേക്ക് പിടിക്കും, ബാലൻസ് ആവില്ല. അപ്പം എന്തായാലും ക്യാരറ്റ് വാങ്ങിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും നമ്മൾ ചെയ്യുന്ന രീതി ഒന്ന് പരിചയപ്പെടുത്തി. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയാനായിട്ട്. നമ്മൾ വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ ചിന്തകൾ മുഴുവൻ. അപ്പം ഈ രീതിയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. പക്ഷേ ടേസ്റ്റിന് യാതൊരു കുറവില്ല കേട്ടോ. നമ്മളെ എന്താ പറയുക, ഇച്ചിരി സമയം എടുത്ത് ചെയ്യുന്നതിനേക്കാളും ഒക്കെ ടേസ്റ്റ് ഇതാണെന്നാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ക്യാരറ്റ് വാങ്ങിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ ബീട്രൂട്ടും ഒക്കെ ചെയ്യാം. നമ്മൾ ബീട്രൂട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെന്താ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ടോട് ഇട്ട് കഴിഞ്ഞാലേ. അതെ, പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലും ഒക്കെ ഒന്ന് വാങ്ങിച്ച് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അറിയാൻ പറ്റാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തില്ലേ. അപ്പം വേറെ ഒന്നിനും പറയാനില്ല. അപ്പം നമുക്ക് വേറൊരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.